മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം. ആ നിലപാട് ഞങ്ങൾക്ക് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞതെന്ന് വെച്ചാൽ അത് എല്ലാ മാനേജ്മെൻറ്റിനും ബാധകമല്ല, NSSന് മാത്രമാണ് ബാധകമാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ വിധി പറയുന്നത്. മുഖ്യമന്ത്രി നേതൃത്വത്തിൽ യോഗം വിളിച്ച് ചേർത്തു, സംസാരിച്ചു, ചർച്ച ചെയ്ത ശേഷം NSSന് കിട്ടിയ ആനുകൂല്യം മറ്റെല്ലാ മാനേജ്മെൻറ്റിനും കൊടുക്കണമെന്നുള്ള നിലയിൽ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അഫിഡവിറ്റ് ഫയൽ ചെയ്തു. സീനിയർ അഡ്വക്കേറ്റ് ജനറലിനെ എൻഗേജ് ചെയ്തു. കേസ് ഒരു പ്രാവശ്യം വന്ന് മാറ്റിവെച്ചു. പെരിഞ്ഞാന്ന് കേസ് വന്ന് വീണ്ടും അടുത്ത ആഴ്ച മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച കേസ് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ടുള്ള ഉത്തരവ് ഗവൺമെൻറ് പുറപ്പെടുവിക്കും. ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമേ അല്ല. ഇത് കോടതിയും നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇത് അവർക്ക് അർഹതയായിട്ടുള്ള ആനുകൂല്യം തടഞ്ഞു വയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. പരിശുദ്ധ ബാബ പറഞ്ഞിട്ടുണ്ട് വളരെയധികം ക്രൂരതയാണെന്ന്. ബാബ എന്താ പരിശുദ്ധ ബാബ പറഞ്ഞിട്ടുണ്ട്, കാതോലിക്ക ബാബ, ഇത് വളരെ അവരോട് കാണിക്കുന്ന വളരെയധികം ക്രൂരതയാണ്. അവരോട് ഒരു ക്രൂരതയും കാണിച്ചിട്ടില്ല. ഇതെല്ലാം ഉന്നയിക്കപ്പെടേണ്ട വേദികളിൽ ഉന്നയിക്കപ്പെടേണ്ട സമയത്തൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു കുറവ്. അവർ കോടതിയിൽ പോകണ്ടേ? മാനേജ്മെൻറ്റിലെ കോടതിയിൽ പോകേണ്ടത് അവരല്ലേ കോടതി ചെന്ന് അവരുടെ ഭാഗം പറയേണ്ടത്. ഭിന്നശേഷിക്കാരെ സഫീഷ്യൻ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യം ശരിയാണ്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി കോടതി പോകേണ്ട ആര്? അഫക്റ്റഡ് പാർട്ടിയല്ലേ പോവേണ്ടത്. അവർ പോയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അവർ ബഹുമാനപ്പെട്ട ബാബ തിരുമേനിയുടെ പ്രസ്താവന വസ്തുതകളായിട്ട് ബന്ധമുള്ളതല്ല. ഇതെന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിനൊരു വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റൊരു വിഷയം വീണ്ടും ആവർത്തിക്കുകയാണ്. അവൻ ഇവനൊന്നും പറഞ്ഞിട്ടില്ല, ഇവരെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സതീശൻ വീണ്ടും അതിപ്പോൾ നമുക്ക് അതിൻ്റെ നിങ്ങളോട് വിഷ്വൽ മീഡിയയിലല്ലേ പറഞ്ഞത്? അത് ഉണ്ടല്ലോ, അതെടുത്ത് ഒന്നുകൂടെ റീപ്ലൈ ചെയ്താൽ മതിയല്ലോ. അത് എന്താണ് പറഞ്ഞത് സംബന്ധിച്ചിടത്തോളം രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലല്ലോ. അയാൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവനെന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ അത്രയും പോയിട്ടില്ല. തൃശ്ശൂർ പൂരമല്ലല്ലോ, എന്താ പറഞ്ഞപ്പാട്ട് അല്ലേ? വേറെ എന്താ പറഞ്ഞതിനപ്പുറത്തേക്ക് ഉറച്ചു നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. പറഞ്ഞ കാര്യത്തിൽ ഈ തുടർച്ചയായ കളവ് മാപ്പ് പറയുന്നില്ലെന്ന് മാത്രമല്ല, ആ കാര്യത്തിൽ കളവ് പറയുന്നത് തുടർച്ചയായിട്ട് അതൊരു ശരിയല്ലല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് ചേർന്ന കാര്യമാണ്. ഞാൻ എന്തായാലും അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാനും പറഞ്ഞു. ഇന്ന് വീണ്ടും പറഞ്ഞിട്ടില്ലെന്നോ ചോദിച്ചത്? ഇപ്പം വീണ്ടും എനിക്കിപ്പോൾ ഇത് തെളിയിക്കപ്പെടാനൊന്നും കഴിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നല്ല കാര്യം. പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് തെളിയിക്കുന്നതാണല്ലോ പറഞ്ഞില്ല എന്ന് പറയുന്നത്. എല്ലാ ഭാഗത്തുനിന്നും വലിയ എതിർപ്പ് വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. മറ്റൊരു കാര്യം, അങ്ങ് ഉയർത്തിയ ഒരു മത്സരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു നേമത്ത്, അതിനും മറുപടിയില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് എന്നെ RSS കുട്ടിയെന്ന് വിളിച്ചപ്പോൾ അയാളിൽ ആദ്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്ന് വന്ന മണ്ഡലമാണ്, BJP തുറന്നു വന്ന മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. അപ്പോൾ നേമത്ത് അങ്ങ് അദ്ദേഹം മത്സരിക്കാനല്ലേ വേണ്ടത്? മത്സരിച്ച് തൻ്റെ RSS എതിരായിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഫൈറ്റ് തെളിയിക്കേണ്ടത് അദ്ദേഹമല്ലേ? ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇന്ന് മറ്റൊരു കാര്യം, ഇന്ന് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ പങ്കെടുത്തിരുന്നത് കിഫ്ബി മുഖേന. യഥാർത്ഥത്തിൽ കിഫ്ബി എവിടെ, അല്ലെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് ഉത്തരം കൂടിയാണ്. എത്ര കിഫ്ബി മുഖേനയുള്ള സ്കൂളുകളുടെയൊക്കെ നിർമ്മാണ പൂർത്തീകരണം 5000 കോടി രൂപയുടെ ഫണ്ടാണ് കിഫ്ബി മുഖാന്തരം നമ്മൾ സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 55,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ട്. നിരവധി സ്കൂളുകൾ ലിഫ്റ്റുണ്ട്. നിരവധി സ്കൂളുകൾ എയർ കണ്ടീഷൻ സംവിധാനമുണ്ട്. അങ്ങനെ ഇന്നൊരു ഇൻ്റർനാഷണലായിട്ടും നാഷണലായിട്ടും മത്സരിക്കുന്നതിന് വേണ്ടി കഴിയുന്ന ഒരു സംവിധാനങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അതിപ്പോൾ കേരള എഡ്യൂക്കേഷൻ റൂൾ ഉള്ള KER പറഞ്ഞിരിക്കുന്ന നമ്പറാണുള്ളത്. LP-യിൽ ഇത്ര വേണം, UP-യിൽ ഇത്ര വേണം, ഹൈസ്കൂളിൽ എത്ര വേണം, അതിപ്പോൾ ആലോചിച്ചിട്ടില്ല. സിലബസിൽ 25% കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉള്ളടക്കത്തിൽ കുറവ് വരുന്നില്ല.
കുട്ടികൾക്ക് വലിയ ഭാരം നിറഞ്ഞ പുസ്തകം പിന്നെ കൊണ്ടുപോകാൻ വലിയ പ്രയാസമായിരിക്കുന്നു. അധ്യാപകർക്ക് ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യവും പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കരിക്കുലം കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു.